വയനാട്ടിൽ നിന്നുള്ള വാർത്ത വളരെ ദുഃഖിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സാധാരണ ഈ തരത്തിലുള്ള ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ മൃതദേഹങ്ങൾക്കൊന്നും വലിയ കേടുപാടുകൾ സംഭവിക്കുന്നതല്ല. പക്ഷേ എന്നാൽ ഇത് കിലോമീറ്ററുകളോളം വലിയ കുത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകി വിവിധ പാറകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ തട്ടി ആ മൃതദേഹത്തിന് പോലും ഉണ്ടാകുന്ന അംഗഭംഗങ്ങളും അംഗവൈകല്യങ്ങളുമൊക്കെ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നവരെ പോലും വല്ലാതെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ഒരുപക്ഷെ ഇത്രമേൽ ദുരന്തപൂർണമായ ഒരു കാഴ്ച കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാണിക്കാൻ മാനസികമായി ഒരു സന്തോഷവും അല്ലെങ്കിൽ അത്തരമൊരു വികാരവും തോന്നുന്നില്ല എന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ചാനലുകളടക്കം അല്ലെങ്കിൽ യൂട്യൂബുകളടക്കം വീഡിയോകളടക്കം പോസ്റ്റ് ചെയ്യുന്നവരൊക്കെയും അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത്രമേൽ ദുഃഖം ഓരോ വീടുകളിലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വളരെ വികാരവായ്പോടെ പാർലമെൻറ്റിൽ തൻ്റെ പ്രസ്താവന നടത്തി, നോട്ടീസ് നൽകി പ്രസ്താവന നടത്തുകയുണ്ടായി. വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടായ ദുരന്തം അത് ആവർത്തിക്കപ്പെടുന്നതും ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും വളരെ വികാരപരമായാണ് അദ്ദേഹം സംസാരിച്ചത്. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴൊക്കെയും എന്തെങ്കിലും ഒന്ന് ഇടപെടുക എന്നുള്ളത് സ്പീക്കറുടെ ഒരു ശൈലിയായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ പ്രഭാഷണത്തിനിടയിലും ഈ അവതരണത്തിനിടയിലും അദ്ദേഹം ചില വാക്കുകൾ കൊണ്ടൊക്കെ തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധി അല്പം ക്ഷുഭിതനായി എന്നതാണ് ഒരു സത്യം. ഏതായാലും അദ്ദേഹം തൻ്റെ വാക്കുകളൊക്കെയും മുറിച്ചാണെങ്കിലും വിഷയം അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ദേ ഇങ്ങനെയാണ്. Early this morning, Wayanad was hit by several devastating landslides. More than 70 people have been killed. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to the scale of the tragedy. I have spoken to the Honourable Defence Minister and the Chief Minister of Kerala. I request the Union Government to extend all possible support for rescue and medical care, immediate release of the compensation to deceased people, if that compensation can be increased as well, restore vital transport and communication lines, set up relief at the earliest, and prepare a roadmap for the rehabilitation of the affected families. Okay. Even as I speak, the threat of landslides looms over many areas in Wayanad and the Western Ghats. Our country has witnessed an alarming rise in the landslides in the last few years. There is an urgent need for mapping of landslide-prone areas and to take up mitigation measures and an action plan to address the growing frequency of natural calamities in the ecologically fragile region. Thank you, sir. നാളെ രാവിലെ 10:30 മണിക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം വയനാട്ടിൽ വരുമ്പോൾ യാതൊരു ഔദ്യോഗിക സുരക്ഷാ ക്രമീകരണങ്ങളും പ്രോട്ടോകോൾ അടക്കമുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാകരുതെന്നും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമുണ്ടാകരുതെന്നും തൻ്റെ വീട്ടിലേക്കുണ്ടാകുന്ന ഒരു ദുരന്തത്തിൽ വരുന്ന അതേ വേദനയോടെയാണ് വരുന്നതെന്നും അതനുസരിച്ച് വേണം കാര്യങ്ങൾ ക്രമീകരിക്കാനെന്നും അദ്ദേഹം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കത്ത് നൽകിയിട്ടുണ്ട്. രാവിലെ 10:30-ക്കാണ് അദ്ദേഹം വയനാടെത്തുക. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തിരിച്ചുവരവിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ജനതയെന്നുള്ള നിലയിൽ വയനാടിനെ അദ്ദേഹം ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെച്ചാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. ആ ജനതയ്ക്കുണ്ടായ ദുരന്തം അത്രമേൽ അദ്ദേഹത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിൽ നിന്നും ബാക്കി മന്ത്രാലയങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളുമായി സംസാരിക്കുന്നതിലൊക്കെയും അദ്ദേഹം കാണിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത് പശ്ചിമഘട്ട മേഖലയിൽ ആവർത്തിക്കപ്പെടുന്ന ഇത്തരം ദുരന്തങ്ങൾ അതിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളല്ല, മറിച്ച് അത് തടയുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് ഒരു സമഗ്രമായ സമീപനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ദുരന്തഭൂമിയിൽ നിന്ന് വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അവിടെ ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലെ NDRFൻ്റെ സംവിധാനം എത്തിയിട്ടേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർക്ക് ആർക്കും അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് രൂപങ്ങളായെങ്കിലും അവിടെ അവശേഷിക്കുന്നതെന്നുള്ളതാണ്. ഇന്ന് രാത്രിയോടുകൂടിയേ അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം പുറത്തു വരികയുള്ളൂ. ഏതായാലും അവരുടെ സങ്കടത്തോടൊപ്പം സങ്കടപ്പെടാനും പ്രാർത്ഥിക്കാനുമല്ലാതെ നമുക്കാർക്കും ഒന്നും ആവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ ദുരന്തങ്ങളിലും എന്ന പോലെ പ്രാർത്ഥിക്കാം അവർക്കായി, ഒപ്പം നിൽക്കാം. നമുക്കും ജീവനും ഒക്കെ പകരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്കിയൊക്കെയും നമുക്ക് കഴിയും പോലെ പകരം നൽകാം.